ഇന്ത്യയുടെ പ്രതിരോധശേഷിയും വ്യോമസേനയുടെ പ്രവർത്തന സന്നദ്ധതയും വർദ്ധിപ്പിക്കുന്നതിനും ആത്മനിർഭർ ഭാരത് പദ്ധതിയെ പിന്തുണയ്ക്കുന്നതുമായ ഒരു പ്രമുഖ ലാർജ് ക്യാപ് ഡിഫൻസ് സ്റ്റോക്കിന്റെ വിശദാംശം നോക്കാം. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ നവരത്ന സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഏഷ്യയിലെ തന്നെ വലിയ എയ്റോസ്പേസ് കമ്പനിയാണ്. വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും നിർമ്മിതിയിലും കമ്മ്യൂണിക്കേഷൻ, റഡാർ, നാവിഗേഷൻ, കമ്പ്യൂട്ടർ തുടങ്ങി വ്യോമസേനയുടെ എയർക്രാഫ്റ്റുകളിലും ഹെലികോപ്റ്ററുകളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. HAL നാസിക്, കോർവ, കാൻപൂർ, കൊറാപുട്ട്, ലക്നൌ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ വിമാനത്താവളങ്ങളുമുണ്ട്. തെക്കേ ഏഷ്യയിലെ ആദ്യ സൈനിക വിമാനം നിർമ്മിച്ചത് HAL ആണ്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 71.64%, FII 11.85%, DII 8.37%, പബ്ലിക് 8.13%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 7594, ഏണിംഗ് പെർ ഷെയർ 113.95, റേഷ്യോസ് 26.15. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 5674, 52 വീക്സ് ഹൈ 5674, ലാസ്റ്റ് വീക്സ് ഹൈ 4627. 1940 സ്ഥാപിതമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ബംഗളൂരു ആസ്ഥാനമാക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് ഡിഫൻസ് കമ്പനികളിലൊന്നാണ്. HAL തദ്ദേശീയമായ കഴിവുകൾക്ക് പേരുകേട്ടതും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കാര്യമായ സംഭാവന നൽകുന്നതുമാണ്. കമ്പനിയുടെ ശക്തമായ അടിസ്ഥാന കാര്യങ്ങൾ, ശക്തമായ ഓർഡർ പൈപ്പ്ലൈൻ, മേക്ക് ഇൻ ഇന്ത്യയുടെ സംരംഭവുമായുള്ള വിന്യാസം എന്നിവ നിക്ഷേപകരുടെ ആത്മവിശ്വാസം സ്ഥിരമായി ആകർഷിച്ചു. സ്റ്റോക്ക് പ്രകടനം. HALന്റെ ഓഹരി പ്രകടനം ശ്രദ്ധേയമായ വളർച്ചയാണ് കാണിക്കുന്നത്. ഈ സ്റ്റോക്ക് വർഷം തോറും 64% വർദ്ധിച്ചു. കഴിഞ്ഞ 2 വർഷമായി 243% റിട്ടേൺ നൽകി അതിന്റെ മൾട്ടിബാഗർ സാധ്യതകൾ പ്രദർശിപ്പിച്ചു. HAL 2024 ജൂലൈയിൽ 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 5675-ലും 2023 ഡിസംബറിൽ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 2584-ലും എത്തി. സ്റ്റോക്ക് നിലവിൽ എല്ലാ പ്രധാന മൂവിംഗ് ആവറേജിനു മുകളിൽ വ്യാപാരം ചെയ്യുന്നു. ഇത് ശക്തമായ സ്റ്റോക്ക് ബുള്ളിഷിനെ സൂചിപ്പിക്കുന്നു. ക്വാർട്ടർ ടു ഫലങ്ങൾ. 2025 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ ടുൽ HAL 1510 കോടി രൂപയുടെ ഏകീകൃത അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. മുൻവർഷത്തെ അപേക്ഷിച്ച് 1237 കോടി രൂപയേക്കാൾ 22% ഉയർന്നു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 5976 കോടി രൂപയായിരുന്നു. മുൻ സാമ്പത്തിക വർഷത്തെ ഇതേ പാദത്തിൽ കമ്പനി പോസ്റ്റ് ചെയ്ത 5636 കോടി രൂപയേക്കാൾ 6% നേട്ടം കൈവരിച്ചു. സ്റ്റോക്ക് വർധനയ്ക്കുള്ള കാരണം. 13500 കോടി രൂപയുടെ കരാറിന്റെ പ്രഖ്യാപനം HALന്റെ ഓഹരികളിൽ കുത്തനെ ഉയർന്നു. ടാർഗറ്റ് വില 5700 ആയി പുതുക്കി. ഇത് സമീപകാല നിലവാരത്തിൽ നിന്ന് 22% ഉയർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു. IAFന്റെ പ്രവർത്തനശേഷി മെച്ചപ്പെടുത്തി. ഡോർണിയർ 228 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ ഏവിയോണിക്സ് നവീകരിക്കാനുള്ള കരാർ കഴിഞ്ഞ മാസം പ്രതിരോധ മന്ത്രാലയം HALന് നൽകിയിരുന്നു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതുമായ ഏവിയോണിക്സ് ഉപസംവിധാനങ്ങളിൽ ഭൂരിഭാഗവും നവീകരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് ആത്മനിർഭർ ഭാരത് അഭിയാനിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണ്. കൂടാതെ HALന്റെ ശക്തമായ ഓർഡർ ബാക്ക്ലോഗ് 1 ട്രില്യൺ, കൂടാതെ 97 ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ്, 156 ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ എന്നിവ പോലുള്ള ഓർഡറുകൾ അതിന്റെ വളർച്ചാ വീക്ഷണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.
കൺക്ലൂഷൻ. HAL ഇന്ത്യയുടെ വളരുന്ന പ്രതിരോധ മേഖലയിലെ ശക്തമായ നിക്ഷേപ തിരഞ്ഞെടുപ്പാണ്. അതിന്റെ ഉറച്ച അടിസ്ഥാനത്വങ്ങൾ, ശക്തമായ ഓർഡർ പൈപ്പ്ലൈൻ എന്നിവ പിന്തുണയ്ക്കുന്നു. സമീപകാല സുഖോയ് Su-30 MKI കരാറും അനുകൂലമായ ക്വാർട്ടർ ടു ഫലങ്ങളും അതിന്റെ പ്രവർത്തന ശക്തിയും വളർച്ചയുടെ പാതയും അടിവരയിടുന്നു. ദീർഘകാല നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, HAL ഒരു സ്ട്രോങ് സ്റ്റോക്കായി തുടരുന്നു. Thank you.